ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവെ അത്തം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തശീലരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. എന്നാലോ പൂർവികമായിട്ടുള്ള സ്വത്തോ സഹായികളോ കുറഞ്ഞവരായതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ച് അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ് ഈ അത്തം നക്ഷത്രക്കാർ. അതുകൊണ്ട് ഇവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതൊരു ജോലിയായാലും അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ്. വിധിയേക്കാളും കൂടുതലായിട്ട് നൈസർഗികമായിട്ടുള്ള അറിവുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ 2026 പുതുവർഷത്തിലാണെങ്കിൽ അത്തം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ സ്വാധീന ശക്തി മൂലം ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ഈ അത്തം നക്ഷത്രക്കാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ജോലിയിലെ ചില നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നവരായിട്ടുള്ള പുതിയ ഓഫറുകളൊക്കെ വരുവാനും അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധ്യത കാണുന്ന സമയമാണ്. നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ്സെ വിപുലീകരിക്കാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ 2026 പുതുവർഷത്തിൽ. ഇനി കുടുംബ സംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് നല്ലൊരു വർഷമാണ്. പഠനത്തിൽ കൂടുതൽ മികവ് പുലർത്തുവാനും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് ഈ 2026 പുതുവർഷത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാനസികമായിട്ടുള്ള വിഷമതകളിൽ നിന്നെല്ലാം തന്നെ മാറ്റം വന്ന് ജീവിത നിലവാരം കുറച്ചൊക്കെ ഉയരുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ 2026 പുതുവർഷത്തിൽ. അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്.